ജൂലൈ അല്ലേ? ജൂലൈയിൽ നീ ഗർഭിണിയായിരുന്നോ? ലവ് സ്റ്റോറി പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 16 വയസ്സുള്ളപ്പോ, അതായത് അടിപൊളി ലവ് സ്റ്റോറി ആണല്ലേടാ. നമ്മൾ അതിനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ പൊന്നു ഇമോഷണൽ ആവും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെറ്റ് പോണ മേലെ കൂടെ. ഹെലികോപ്റ്ററാടാ. ഹെലികോപ്റ്റർ അല്ല, ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ. അപ്പൊ ഇന്നലെ രാത്രി പൊന്നു ഇന്നലെ രാത്രി ഞാൻ എന്തായിരുന്നു? അപ്പൊ ഇന്നലെ രാത്രി പൊന്നു എന്നെ ചൊറിഞ്ഞ് ഏറ്റവും അവസാനം ഞാനൊന്നും പറഞ്ഞില്ല, വഴക്ക് പറയുന്നില്ല. അയ്യോ ഇല്ല, ഞാൻ വഴക്ക് പറയുന്നില്ല കേട്ടോ. ആരെയാ പറഞ്ഞേ? ഇവള് ഇന്നലെ കുറെ വട്ടം വിളിച്ചു കേട്ടോ. ഇന്നലെ പുറത്തു പോവാം, നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ പൊന്നു കിടന്നുറങ്ങി. പക്ഷെ ഞാനങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഷോൾഡറെ പിടിക്കില്ല, എനിക്ക് കഴുത്ത് വേദന മാറിയിട്ടില്ല. വലത്തോട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചല്ലോ പൊന്നു, വണ്ടി ഓടിക്കാൻ പഠിച്ചോ ആട്ടോ. നമ്മുടെ ഈ പാർക്കിലുണ്ടല്ലോ, ഇവിടെ വമ്പൻ സ്പോർട്സ് നടക്കുകയാണ് അല്ലേ? നമ്മുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് നടക്കും പോലെ. ആ കണ്ടോ, അവിടെ കുറെ പിള്ളേർ കൂടി നിൽക്കുന്നുണ്ടോ. അവിടെ സ്പോർട്സ് ആട്ടോ. ഇവിടുത്തെ പ്രൈമറി സ്കൂളിൽ എന്തോ ചെറിയ സ്പോർട്സ് പരിപാടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്പോർട്സ് ഒക്കെയാണ് സ്പോർട്സ് അല്ലേ കുഞ്ഞാ? ഒരാഴ്ചയൊക്കെ പരിപാടിയല്ലേ സ്പോർട്സ് ഒക്കെ. നമ്മുടെ നാട്ടിലൊക്കെ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ ഉത്സവം പോലെയല്ലേ. ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ അടിപൊളി. നമ്മുടെ ജയശ്രീ സ്കൂളില്, നമ്മളെ പഠിച്ച ജയശ്രീ സ്കൂളൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സ്പോർട്സ് ഒക്കെ. പിന്നെ ക്ലാസ് ഒന്നും ഇല്ല, സ്പോർട്സ് തുടങ്ങി പിന്നെ എന്താ ഗ്രൗണ്ട് നന്നാക്കലായി, കല്ല് പെറുക്കലായി. ഫസ്റ്റ് ആർട്സ് അല്ലേ വരിക? ഫസ്റ്റ് ആർട്സ് വന്നു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഇല്ലാത്ത കാര്യത്തിനൊക്കെ പേര് കൊടുക്കും കേട്ടോ. മലയാളം, ഹിന്ദി, ടീച്ചർമാരെ പീരീഡ് കട്ട് ചെയ്യാൻ പോകുന്നല്ലേ നീ? ഹിന്ദി എന്തൊക്കെ കഥയാണോ, ചിത്രരചന മത്സരം, എന്തൊക്കെ പരിപാടിയല്ലേ. പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാരും. കണ്ടോ, അവിടെ സ്പോർട്സും പരിപാടികളൊക്കെ കഴിഞ്ഞു പോവാ കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ പോയാലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം അങ്ങനെ ഇവിടുത്തെ ആൾക്കാരുടെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. അവരുടെ ഇത് വേണം, അവരുടെ പെർമിഷൻ ഇല്ലാണ്ടൊക്കെ വീഡിയോ എടുത്തോണ്ടല്ലോ ഇഷ്യൂ. അതെ, അവിടെ പോയിട്ട് ചോദിക്കാം. ഹലോ ചേട്ടന്മാരെ, ചേച്ചിമാരെ, വീഡിയോ എടുത്തോട്ടെ. ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, ബ്ലൂ നമ്മുടെ നാട്ടിലെ പോലെ ഗ്രീൻ ഹൗസും ബ്ലൂ ഹൗസും റെഡ് ഹൗസും കണ്ടിട്ട് ഇവിടെ എല്ലാരും കുറെ ആൾക്കാർ ചുമപ്പ് യൂണിഫോം അല്ലടി. കണ്ടോ, യെല്ലോ, ഗ്രീന്, ബ്ലൂ, റെഡ്, ആ 4 കളറുള്ളൂ ഞങ്ങൾക്ക്. യൂണിഫോം അല്ലടി, അത് ഹൗസിന്റെ ആണ്. കുഞ്ഞു ബേബി ഉറക്കത്തിലാട്ടോ. കുഞ്ഞു ബേബി നല്ല ഉറക്കത്തിലാ കണ്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ Q&A സെക്ഷൻ നടത്താന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല അധികം. നല്ല വെയിലുണ്ട് കൂട്ടുകാരെ. ഹായ്, വെയില് നല്ല രസമാണ്. ഉള്ളിൽ നല്ല തണുത്തിരുന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ വെയിലടിക്കുമ്പോൾ നല്ല രസമല്ലേ? കുറെ നാൾക്ക് ശേഷം കേട്ടോ വെയിലൊക്കെ ഇങ്ങനെ കൊള്ളുന്നത്. നല്ല വെയിലായിരുന്നു. അപ്പൊ കൂട്ടുകാർ, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ ഇന്ന് പറയാതെ. അതുകൂടാണ്ട് അധികം പേരൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. എല്ലാം കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത് കാരണം വലിയ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾ എങ്ങനെയാണ് UK വന്നതെന്നാണ്. ഞങ്ങൾ UK വന്നത്, ഞാൻ MBA പഠിക്കാൻ വേണ്ടി UK വന്നതാണ്. എന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പൊന്നു വന്നു. ഒരു പൊന്നു വന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുവാവ വന്നു അല്ലേ. പുറകിൽ കണ്ടോ, പുറകിൽ പിള്ളേർ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വാ. അയ്യോ, സ്പോർട്സ് കഴിഞ്ഞ് തോറ്റുപോയി തോന്നുന്നു കേട്ടോ കൊച്ച്. സ്പോർട്സ് കഴിഞ്ഞാൽ പാർക്കിൽ നിന്ന് എടുത്തേനാ. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന്. ഞങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറെ ആൾക്കാർക്ക് മനസ്സിലാവും ലവ് മാരേജ് ആയിരിക്കുമല്ലോ. ഈ ചെറിയ പെണ്ണ് നീ എന്താടി? എനിക്ക് കല്യാണ പ്രായമൊക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഏത് ഏജിലാണ് കല്യാണം കഴിച്ചതെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പൊന്നൂന് എത്ര വയസ്സാ? 18 വയസ്സോ? എനിക്ക് 20 വയസ്സ്. നിനക്ക് 20 വയസ്സോ? നിനക്ക് 20 വയസ്സായപ്പോഴാണ് നിനക്ക് 20 വയസ്സ്. പിന്നെ 20 വയസ്സ് നിന്റെ കൂടെ വന്നെന്ന് പറ. 19 വയസ്സോ? ഒന്ന് പോടാ കുഞ്ഞ്. 2020 ഇനി ജൂൺ 1 കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 25-നാണോ വന്നേ? ജൂൺ 25-നാണോ വന്നേ പറ. അപ്പൊ എനിക്ക് എത്ര വയസ്സായപ്പോഴാണ് ഞാൻ വന്നത്? നിനക്ക് 21, എനിക്ക് 20. നിനക്കങ്ങനെ 21 എനിക്കിങ്ങനെ 20. എനിക്ക് 20 ആവുമ്പോ എനിക്ക് 21 ആവണായിരുന്നു.
എനിക്ക് രജിസ്റ്റർ മാരേജ് എടുക്കടാ. ഞാൻ ആ വർഷം വന്ന സമയത്ത് രജിസ്റ്റർ മാരേജിലുണ്ടടാ. രജിസ്റ്റർ മാരേജ് ചെയ്തത് പൊന്നൂന് 20 വയസ്സുള്ളപ്പോഴും എനിക്ക് 21 വയസ്സുള്ളപ്പോഴും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ലീഗലായിട്ട് കല്യാണം കഴിച്ചത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു പറയാ, ഏത് പറയലേന്ന് നമ്മൾ ഒരുമിച്ച് ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അത് എത്ര വയസ്സുള്ളപ്പോഴാണ് നിനക്ക്? 20 അല്ലടി, എന്താണോ നിനക്ക് ഓർമ്മയില്ല? ഇവനൊരു ഓർമ്മയില്ലാട്ടോ കൂട്ടുകാരെ. ഞാൻ ഇന്ന് Q&A സെക്ഷൻ നടത്താൻ തീരുമാനിച്ചത് എന്നാ, ഇവിടെ ഇരിക്കാവേ. ഇതെന്താ പൂപ്പാറ്റയല്ല, അപ്പൂപ്പനാടി. നീ കഴിഞ്ഞ പറഞ്ഞത് അപ്പൂപ്പനാടി ഇത്രമാത്രം കാമുകന്മാരോ? എടി ദാണ്ടടി, ഇതാട്ടോ അപ്പൂപ്പനാടി. ഇത് കണ്ടോ അപ്പൂപ്പനാടി കേട്ടോ. പൊന്നിന് കുറച്ച് അപ്പൂപ്പനാടി കൊടുക്കാം. പൊന്നു പണിയാ കാണിച്ച് നീ കൊച്ചിന്റെ മിന്നത്തി കാണും, എന്റെ മേത്ത് നോക്കും. കൊച്ചിനെ മേത്തായിട്ടില്ല. കുട്ടികളെ ഓറാണ്ട് കല്യാണം കഴിച്ച് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. നിനക്ക് ഇപ്പൊ എന്നാ പറ്റിയേ? ചെക്കൻ പയ്യൻ വന്ന് കല്യാണം കഴിക്കുക. ഞാൻ പയ്യനാട്ടോ. ഞാൻ പയ്യത്തിയോ? അയ്യോടാ, അമ്മ പോയി ശങ്കടമായി. നീ പോയി അവിടെ നിന്ന്. ഇവള് ഒരുമാതിരി സ്വഭാവം. എനിക്ക് പോയി ഉമ്മ കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. എനിക്കിനി ഉമ്മയൊന്നും വേണ്ട. എന്താ അപ്പൊ ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണിനെ ലൈൻ അടിച്ചപ്പോ ഈ പെണ്ണിന് 16 വയസ്സുണ്ടായിരുന്നുള്ളൂ. എന്റെ ദൈവം, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെയോ പോയാലോ? അപ്പൊ ഞങ്ങളുടെ വഴി കാണിക്കാ. ഇതാ ബ്രിട്ടീഷുകാര് പണിത പാലം. അല്ല, ബ്രിട്ടീഷുകാരെ പണിയുള്ളൂ ഇങ്ങനത്തെ പാലം. ഇവിടുത്തെ പാലം അല്ലാണ്ട് എന്താ കാടോ? കണ്ടോ ഇവിടെ ഉണ്ടോ ഇങ്ങനത്തെ സ്ഥലമൊക്കെ? സ്ട്രോങ് ആണോന്നോ? ചാടി നോക്കട്ടെ. സ്ട്രോങ് ആ. ഓ, പിന്നെ ഇപ്പൊ പൊന്നുവിന്റെ കനം കയറുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിയുക. 30 എത്രയാ? 35? എടി നമ്മള് നോക്ക്, ഇവിടെ എത്തി. ഇതേ സ്ഥലം ചുമ്മാ നടക്കാം. അപ്പൊ ഉണ്ടല്ലോ കൂട്ടുകാരെ, അപ്പൊ കൊറേ ആൾക്കാർ നമ്മളോട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നീ എന്നെ പോന്ന് പറഞ്ഞില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാ. അങ്ങനെ പറയാവോ? അപ്പൊ കൊറേ ആൾക്കാർ നമ്മളോട് നമ്മുടെ ലവ് സ്റ്റോറിനെ പറ്റി പറഞ്ഞായിരുന്നു. ലവ് സ്റ്റോറി പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ, ലവ് സ്റ്റോറി നമ്മള് അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളോടൊന്നും തോന്നരുത് കേട്ടോ. മൾബറിയോ? കണ്ടോ മൾബറി കേട്ടോ. മൾബറി അല്ലടി, അത് കരിഞ്ഞെന്തോ സാധന. മൾബറി ഒന്നും അല്ലത്. അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കാൻ പോകുമ്പോ ഞങ്ങളുടെ ലവ് സ്റ്റോറി നല്ല സൂപ്പർ ലവ് സ്റ്റോറി ആണ്. അടിപൊളി ലവ് സ്റ്റോറി ആണല്ലേടാ. പക്ഷേ എന്താ പറയാ, പക്ഷെ ഞങ്ങളെ ലവ് സ്റ്റോറി പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരെ അതിനകത്ത് നമുക്ക് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കേണ്ടി വരും. നല്ല അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടി ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും സമ്മതിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാണ്ടാണ് അപ്പോൾ ഞാൻ വന്നത്. അപ്പോൾ അവരങ്ങനെ കൂട്ടായിട്ടില്ല, കൂട്ടായി വരുന്നേ ഉള്ളൂ. അപ്പം അത് പോട്ടെ. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ പൊന്നു ഇമോഷണലാവും. നമ്മുടെ ലവ് സ്റ്റോറി നമ്മൾ റിവീൽ ചെയ്യാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല. കുറച്ചൊക്കെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ പൊന്നൂന് 16 വയസ്സുള്ളപ്പോഴും എനിക്ക് 18 വയസ്സുള്ളപ്പോഴുമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് പൊന്നൂന്. ഞാൻ പറയാട്ടോ, ഇവൻ അങ്ങനെ ഇങ്ങനെ പറയാൻ അറിയത്തില്ല. അപ്പോൾ 16 വയസ്സുള്ളപ്പോൾ, അതായത് ഞാൻ +1 പഠിക്കുമ്പോൾ, ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഇച്ച ഡിഗ്രി ഫസ്റ്റ് ഇയർ കേട്ടോ. ആ ടൈമിലാണ് ഇച്ച എന്നോട് ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ലവ് സ്റ്റോറിയൊക്കെ മാറ്റിയാൽ അതൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ അപ്പം ഞങ്ങൾ ലവ് മാരേജ് ആണെന്ന് മാത്രം പറയാം കേട്ടോ. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജ് പറഞ്ഞു. ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 22, ഇച്ചയ്ക്ക് 24 ഈ വർഷം മാറും കേട്ടോ. അതായത് എനിക്ക് അടുത്ത മാസം ആകുമ്പോൾ 23 വയസ്സാവും, ഇച്ചയ്ക്ക് 24 വയസ്സും.
എനിക്ക് സെപ്റ്റംബർ ആകുമ്പോൾ 25. സെപ്റ്റംബർ ആവണം. ഞാനിവിടെ ഇരിക്കട്ടെ ഇച്ചിരി നേരം. അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. പക്ഷെ എനിക്ക് ഇച്ചേനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇച്ചേ Q&A സെക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ. അപ്പോൾ എനിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളോട് ഈ ചെക്കന്മാർ ചോദിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണ് ആ സമയത്ത് ഭയങ്കര നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും അറിയാൻ ഭയങ്കര ത്വരയായിരിക്കുമല്ലോ. ആ ത്വരയിൽ ഇവൻ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. പിന്നെ കൂടെയുള്ളത് കാരണം അവൻ അറിയായിരിക്കും, അറിഞ്ഞു പെരുമാറുന്നു. ഇത് എപ്പോഴും നിന്നോട് നിന്റെ ഇഷ്ടം ചോദിച്ചാൽ നടക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ എന്നാ വേണ്ട. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നീ പറയുമെന്നൊന്നും ഞാൻ നോക്കട്ടെ. അപ്പോ നീ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്കിഷ്ടമുള്ള ഫുഡ് എന്താ? മസാല ദോശ. അത് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ലഞ്ചിന് വേറെ അങ്ങനെ ചോദിക്കാൻ അങ്ങനെയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് ചോദിച്ചത്. ബിരിയാണി അല്ല. കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യ കേട്ടോ കൂട്ടുകാരെ. ഇവൻ കണ്ടോ ബിരിയാണി. എന്താടാ, എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യ അല്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ള എനിക്ക് സദ്യ കേട്ടോ ഇഷ്ടം. നമ്മുടെ ബിരിയാണി ഇഷ്ടപ്പെടൂലല്ലോ. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന എന്റെ ബിരിയാണി ഉണ്ടാക്കുന്ന ബിരിയാണി ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അതിപ്പല്ലേ ആയിക്കോട്ടെ കുഞ്ഞാ. എനിക്ക് എപ്പോഴും എന്റെ ഇന്നത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നല്ല ചോറും പപ്പടവും സാമ്പാറും തോരനും അവിയലും മോരുകറി കാളന് എല്ലാം കൂടെ കൂട്ടി അങ്ങ് കുഴച്ചൊരു നാരങ്ങച്ചാട്. പൂവ് നിങ്ങൾക്ക് എന്നെ കാണാവോ കൂട്ടുകാരെ? കണ്ടായി പൂവ് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ. ഞാൻ എറിയാം. ഈ പൂ ഇച്ചിരി എടുക്കും. ഞാൻ എറിയാം. പറിക്കണ്ടടാ, വിരിയട്ടെ. അതുങ്ങൾക്കും ഇല്ല ആഗ്രഹങ്ങളൊക്കെ. നിലത്ത് ഇറങ്ങുന്ന ചെടി ഉണ്ടാവൂടി. അത് സാരല്ല. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് വണ്ടി ഏതാ? പൊന്നുവിന്റെ ഫേവറേറ്റ് വണ്ടിയോ? പൊന്നുവിന്റെ ഫേവറേറ്റ് വണ്ടി കാറില് ഓമിനി അല്ലേ? നമ്മുടെ ഓമിനി. ഞങ്ങളുടെ ഓമിനി ആട്ടോ പൊന്നിന് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി. നാട്ടിലുള്ള ഞങ്ങളുടെ ഓമിനി. നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് പാട്ടുണ്ട്. അതേതാ? എന്നാ സൊല്ല പോരെ നീ അതല്ലേ? അത് നിന്റെ പാട്ടായിരിക്കും. കൊലുസുകൾ കുയിലന പേസുതടി അതല്ലേ? കുന്തൻ മടിയിനെ ഒരു 100 പിടിച്ചത് വീട്ടിൽ ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കും. അത് ആ പാട്ടിലാവാരി ഒന്നും മടീനിലേ. അത് ഞാൻ എന്നിട്ട് ഡിലീറ്റ് ആക്കാണ്ട് വെച്ചേക്കായിരുന്നു. അത് പിടിച്ചു അന്ന് കിട്ടി പൊട്ടിയില്. അപ്പൊ അതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട സമയത്ത് ഏറ്റവും ഫേവറേറ്റ് പാട്ട്. പിന്നെ ഇഷ്ടപ്പെട്ട ഫിലിം ഏതാ? ബാഹുബലി 2. അത് ഞങ്ങൾ ഒന്നിച്ച് ആദ്യമായിട്ട് കാണാൻ പോയ സിനിമ അതാട്ടോ. ഞങ്ങൾ ഇഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് ബാഹുബലി 2 ആയിരുന്നു. അതിനുശേഷം ഞാൻ തിയേറ്ററിലേക്ക് പോയിട്ടേ. അതിനുശേഷം കാണുന്ന സിനിമ ആറാട്ടാണ് കേട്ടോ. എപ്പോ ഇറങ്ങിയതാന്ന് ഓർത്തോക്കണേ. അത് ഇവിടെ വന്നിട്ടാണ് നമ്മള് ആറാട്ട് കാണുന്നത്. സിനിമ കാണാൻ പോകുന്നത്. നമ്മൾ ഇഷ്ടാന്ന് പറഞ്ഞ ഡേറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇഷ്ടാന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇല്ല. പക്ഷെ ഇച്ച എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്. അതെന്നാ? ഏപ്രിൽ 2. ഏപ്രിൽ ഫോളിന്റെ അടുത്ത ദിവസമാട്ടോ ഞാൻ പൊന്നിനോട് ഇഷ്ടമാന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ കൂടെ വന്ന ഡേറ്റ്, ഞാൻ ഇച്ചന്റെ കൂടെ വന്ന ജൂൺ 25. കുറച്ച് മുന്നേ പറഞ്ഞ കാരണമൊന്നുമല്ല, അല്ലാണ്ട് എനിക്കറിയാം. പിന്നെ എനിക്കറിയാട്ടോ. വെറുതെ അപ്പോഴേക്കും ഗോൾ അടിക്കാൻ നോക്കുക. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദിവസം ഏതാ? ആഗസ്റ്റ് 17. ഇയർ 2020. കണ്ടോ ഞാൻ ഇവിടെ ഞാൻ പറയില്ല. വെഡിങ് ഡേ
വെഡിങ് ഡേ മറ്റേ ഇതിന്റെ നമ്മുടെ വാലന്റൈൻസ് ഡേന്റെ 2 ദിവസം മുന്നേ മുന്നത്തെ തിങ്കളാഴ്ച. വേറെ കല്യാണം കഴിച്ചോ? വെഡിങ് ഡേ പിന്നെന്താ? വെഡിങ് ഡേ തിങ്കളാഴ്ചയാണോ നമ്മുടെ കല്യാണം കഴിച്ചത്? തിങ്കളാഴ്ചയല്ല, ഞായറാഴ്ച നമ്മൾ കഴിച്ചേ. എന്റെ കുഞ്ഞു നീ എന്നെ അല്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം പള്ളി വെച്ച് കെട്ടി കല്യാണം കഴിച്ചിട്ട് 2 വർഷം അല്ല 3 വർഷമായിട്ടുള്ളൂ. 2 വർഷം. ആകെ 2 വർഷമായിട്ടുള്ളൂ. മര്യാദയ്ക്ക് പറഞ്ഞോ. കെട്ട് കല്യാണം എടി കണ്ട ഇവനെ കണ്ട കൂട്ടുകാരെ. ഫെബ്രുവരി ഫെബ്രുവരി 10 ഞാൻ ക്യാമറ പോയാലും കുഴപ്പമില്ല, ഇതും കൊണ്ട് തലമണ്ടക്കെട്ട് അടിക്കും ഞാന്. കണ്ട ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു കാര്യം അറിയത്തില്ല. നമ്മുടെ വാലന്റൈൻസ് ഡേ അന്നായിരുന്നു റിസപ്ഷൻ, അതിന്റെ തലേ ദിവസമായിരുന്നു. അപ്പൊ 13-ാം തീയതി അല്ലേ? കണ്ടോ അതേതാ ദിവസം? ദിവസം ഇത് വാലന്റൈൻസ് ഡേന്റെ തലേ ദിവസം. ആ ദിവസം ഏതാ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. അതിലേതാന്ന് പറ. ഞായർ ശനിയാഴ്ച. ശനിയാഴ്ച കേട്ടോ, ശനിയാഴ്ചയാ. ആണോ? കണ്ട ആണോന്ന്? ഏത് വർഷമാണോ കല്യാണം കഴിച്ചേ? നീ എന്തൊരുമാതിരി പോലീസുകാർ ചോദിക്കുന്നേ? എന്റെ 2 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട്. എന്നിട്ട് അവന് അറിയത്തില്ല കേട്ടോ കൂട്ടുകാരെ. റെയിൽവേ സ്റ്റേഷൻ അവിടെയാട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? എവിടെ? ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ കുറെ വണ്ടികൾ നിർത്തിട്ടേക്കുന്നുണ്ടോ? സാൻഡ്വിച്ച് സ്റ്റേഷൻ ഓപ്പൺ കണ്ടോ? അവിടെ സാൻഡ്വിച്ച് കടയുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം ക്യാഷ് എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷ് കൊടുത്താലോ തരുള്ളൂ, കാർഡ് പേയ്മെന്റ് ഒന്നും ഇവിടെ എടുക്കില്ല. അപ്പൊ കൂട്ടുകാരെ 2021 ഫെബ്രുവരി 13-ാം തീയതി ശനിയാഴ്ച ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. കണ്ട ഇവിടെ നോക്കണ, ഞാൻ ആദ്യം പറഞ്ഞ ഫെബ്രുവരി ശനിയാഴ്ച എന്ന് പറഞ്ഞു. നീ തിങ്കളാഴ്ച പറഞ്ഞേ. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച പറഞ്ഞില്ലേ? പറഞ്ഞിട്ടൊന്നുമില്ല. റിവേഴ്സ് പോട്ടെ, അപ്പൊ പറയും. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ട്ടോ. ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. കുഞ്ഞു ബേബി ഞാൻ പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞ ദിവസം ഏതാ? എല്ലാവരും ഡെലിവറി കഴിഞ്ഞ ദിവസമല്ലേ ചോദിക്കാറ്. ഡെലിവറി കഴിഞ്ഞ ദിവസം അറിഞ്ഞ ദിവസം ഏതാന്നോ? നിനക്ക് വേറെ കൊച്ചൊന്നുമില്ലല്ലോ, ആദ്യമായിട്ടുണ്ടാവുന്ന കുഞ്ഞല്ലേ? പ്രഗ്നന്റ് അറിഞ്ഞ ദിവസം എങ്ങനെയാ ഞാൻ പറയാ? അതാ പറയണ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ ഓർമ്മയില്ലാണ്ടിരിക്കാ? പ്രഗ്നന്റ് ആണെന്ന് ആദ്യമായിട്ട് അറിഞ്ഞ ദിവസം ജൂലൈ അല്ലേ? ജൂലൈയിൽ നീ ഗർഭിണിയായിരുന്നോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ദിവസം ഏതാ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു അത്. എടി ആ സന്തോഷം കാരണം മറന്നുപോയെന്നേ. കുഞ്ഞു ഉണ്ടായ ദിവസം ഏതാ? അയ്യോ അതെനിക്ക് അറിയില്ലല്ലോ. അറിയില്ല, പറ. ഏപ്രിൽ 9. ടൈം സമയം അങ്ങനെ പബ്ലിഷ് ആക്കുന്നില്ല കേട്ടോ. ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഇവളിത്ര എന്നോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തേങ്ങാക്കൊല. എന്താ നീ മാറ്റി പറയുന്നോ? കണ്ടോ, ആ ഒരു ഉത്തരം കറക്റ്റ് ആക്കാൻ വരുന്നില്ല. കപ്പ ബിരിയാണി അല്ല. നിനക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം, നോൺ വെജ് ആണ് നിനക്ക് ഇഷ്ടം. പറ, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറ. ഫുഡ് പറ, നീ കണ്ടുപിടിക്ക്. നിനക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ചിക്കൻ ബിരിയാണി? ബിരിയാണി അല്ല. വറുത്ത ചിക്കൻ ബിരിയാണി അല്ല. പിന്നെന്താ? കപ്പയും ബോട്ടിയാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പൂരി മുട്ടക്കറി ആട്ടോ. അയ്യേ, അതല്ല ഞാൻ പറയുന്നത്. അതെനിക്ക് അറിയാം. പിന്നെ എടാ, നമ്മൾ പറയുന്നത് ഇതിനെ കുറിച്ചല്ലേ? ചോറ് ഇത് നോക്കിട്ട് സ്നേഹത്തിന്റെ അളവൊക്കെ നോക്കുന്നത് വെറുതെ അതിനൊരു സ്നേഹത്തിന്റെ ഞാൻ നിന്റെ ഓർമ്മശക്തിനെ പരിശോധിച്ചു.
നിനക്ക് പക്ഷേ ബിരിയാണി അല്ലേ ഇഷ്ടം, ചോറല്ലല്ലോ ഇഷ്ടം. എനിക്ക് ചോറാ ഇഷ്ടം. മാറ്റി പറയുന്നേ, നീ എന്താ മാറ്റി പറയുന്ന? സത്യം പറ കൂട്ടുകാരോട്, ബിരിയാണി അല്ലേ നിനക്ക് ഇഷ്ടം ചോറിനെ കാട്ടിലും? ചിക്കൻ ബിരിയാണി ആണ് ഇവന് ഏറ്റവും ഇഷ്ടം, നല്ല മുരിഞ്ഞത് അല്ലേ? പറ അല്ലേ? കടികളിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഇവൻ എങ്ങനെ പോയിട്ടുണ്ട്, എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഫേവറേറ്റ് പൂരി മുട്ടക്കറി കേട്ടോ. അല്ലാണ്ട് ദോശ ഇഡ്ഡലി അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ. ഉമ്മ വന്നത് എന്നാ തിരിച്ചുതാ വേണ്ടേ, തിരിച്ചു വിടക്ക്, വേണ്ട തിരിച്ചു വെക്കടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതല്ലാണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ആഡ് ചെയ്ത് ഇച്ചയ്ക്ക് എന്തൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ ഓർക്കാൻ വേണ്ടി ഞാൻ എൻ്റെതായ ക്വസ്റ്റ്യൻസ് ഇച്ചേനോട് ചോദിക്കുകയും ചെയ്തു. ചൊക്കൊരു കുട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. ഓക്കെ.